കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിന് പിന്നിൽ സീക്രട്ട് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നെന്ന് പറയുകയാണ് പോലീസ്. ഗൂഢാലോചന നടന്നെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉടനെന്നും SP തബോഷ് ബസുമതാരി 24-നോട് പറഞ്ഞു. SDPI പങ്ക് അന്വേഷണ പരിധിയിലുണ്ടെന്നും SP വ്യക്തമാക്കി. ഈ SIT രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ കുറെ ഡിവൈഎസ്പിമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ നോക്കാൻ വേണ്ടി അഡീഷണൽ SPക്ക് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഏത് കേസുകൾ എങ്ങനെയാണ്, പിന്നെ ആർസണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിനകത്ത് ഈ കോൺസ്പിറസി ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് ലിങ്കുകൾ കാണുന്നുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം, പ്രൊഫൈലിംഗ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു കോൺസ്പിറസി ആംഗിൾ കറക്റ്റ് ആണ്, അത് നമുക്ക് നോക്കേണ്ടി വരും. ഇവരെ പ്രവർത്തിക്കുന്ന സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് എത്തിക്കണം. എനിക്ക് തോന്നുന്നു 5-6 അറസ്റ്റുകളുണ്ട്, കുറച്ച് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റിംഗ് കേസിൽ. ഇനി നമുക്ക് ഇവരെ ഒളിവിലായതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് ടാർഗറ്റഡ് അപ്രോച്ച് ചെയ്യാം. സീക്രട്ട് ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി അന്നേ ദിവസം കുറെ മെസ്സേജ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് നിലവിലുള്ള ഫോറൻസിക് ഡീറ്റെയിൽസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ബുധനാഴ്ച സർവകക്ഷിയോഗം വിളിച്ചിട്ടുമുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങൾ. ദീപക്, സീക്രട്ട് ഗ്രൂപ്പ് എന്നതുകൊണ്ട് തബോസ് ബസുമതാരി ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ദീപക്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായാണ് പോലീസ് ഒരു സീക്രട്ട് ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഇതിലുണ്ട് എന്ന് പറയുന്നത്. അത് 24-നോട് ഈ കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല വഹിക്കുന്ന വയനാട് SP, ഇപ്പോൾ കോഴിക്കോട് റൂറൽ SPയുടെ അഡീഷണൽ ചുമതല കൂടിയുണ്ട്. തബോഷ് ബസുമതാരെ വളരെ കൃത്യമായ ഒരു സീക്രട്ട് ഗ്രൂപ്പിന്റെ രഹസ്യമായ ഓപ്പറേഷൻ, ആസൂത്രിതമായ ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ഇതിലുണ്ട് എന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് തെളിവുകൾ, പ്രൊഫൈലിംഗ്, അതായത് SDPI ബന്ധമുണ്ട് എന്ന് പറയെങ്കിലും പോലീസ് അത് ആധികാരികമായി പ്രൊഫൈലിംഗ് ചെയ്യാതെ പറയില്ല എന്നുള്ളതാണ്. അത് അന്വേഷണ പരിധിയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വാട്സപ്പ് നിരവധി ഗ്രൂപ്പുകളിലൂടെ ഇത് ഓർഗനൈസ് ചെയ്തു. അതായത് 5 വർഷമായി നടക്കുന്ന ഒരു സഹന സമരമാണ്. ആ സഹന സമരം എനിക്ക് തോന്നുന്നു ആഷ്മിക്ക് ഓർമ്മയുണ്ടാവും, നമ്മളൊക്കെ അവിടെ പോയതാണ്. ആ സഹന സമരത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നു, ഒരു ഇൻഫിൽട്രേഷനിലൂടെ നടക്കുന്ന ഒരു വലിയ അക്രമമാണ്, ഒരു റയറ്റ്. അവിടെ ഒരു തീവെപ്പ് നടക്കുന്നു, ഒരു വലിയ കലാപ സമാനത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുന്നു. അതിൽ ഒരു രഹസ്യ ഗ്രൂപ്പ് പ്രവർത്തിച്ചു എന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി ആ രഹസ്യ ഗ്രൂപ്പ് ആരെന്ന് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഹൈടെക് സെൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മഞ്ചേരി സ്വദേശിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു സീക്രട്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അറസ്റ്റുകളാണ് നടക്കുന്നത്. ഏതായാലും പോലീസ് ശാസ്ത്രീയമായി വിവിധ സ്ക്വാഡുകളായി ഈ SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ SKN40 ലഹരി വിരുദ്ധ യാത്രയിലാണ് അവിടെ പോകുമ്പോഴാണ് ഈ അവിടെ കുടിൽകെട്ടി സമരം, പന്തലുകെട്ടി സമരം നമ്മൾ കണ്ടത്. അത് വലിയ എന്ന് പറഞ്ഞാൽ അവർ ദീർഘനാളായി തുടരുന്ന സമരമാണ്. ജീവിക്കാൻ നിർവാഹമില്ലാത്തവണ്ണം ഈ വലിയ ദുർഗന്ധവും ജലാശയങ്ങളിൽ ഇങ്ങനെ കട്ടിപ്പതാടുങ്ങി പോലെ കിണറും ഒക്കെ അങ്ങേയറ്റം മലീമസമാകുന്നതിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 വർഷമായി തുടരുന്ന സഹന സമരം പെട്ടെന്ന് അങ്ങനെയാണ് ഓൾ ഓഫ് എ ഫൈൻ, പെട്ടെന്ന് അത് അക്രമാസക്തമാവുന്നത്. അത് ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ, അട്ടിമറി നീക്കമുണ്ടോ തുടങ്ങിയതിലാണ് അന്വേഷണം. അതിലാണ് ഒരു സീക്രട്ട് ഗ്രൂപ്പ് നിർണായകമാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.